ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൽ ഒരു നല്ല ഒരു പുതിയ എനർജി, ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ് വരണത്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ ഓവർ തിങ്കിങ് മൈൻഡാണ്. അപ്പോൾ എന്താണ് ഇവിടെ വരാൻ പോണ എനർജി നമ്മൾക്ക് നോക്കാം. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് അഡ്വൈസ് വരണതെന്ന് നമ്മൾക്ക് അതും നോക്കാം. നിങ്ങളുടെ റീഡിങ്ങിൽ എന്താ മെസ്സേജസ് വരണതെന്ന് ഇപ്പൊ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, ഇത് നിങ്ങളുടെ ജൂൺ മാസത്തിന്റെ മെസ്സേജസ് ആണ്. ഇത് ക്യാൻസർ സൺസൈൻ, മൂൺ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ക്യാൻസർ ഇത് ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണത് എടുക്കുക, റെസനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ആൻഡ് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ക്യാൻസർ ഇവിടെ കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് മാസമാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ക്യാൻസർ ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. ഈ മാസം നിങ്ങൾ കുറേ ഒരു പ്രാക്ടിക്കൽ എല്ലാ കാര്യത്തിലും ഒരു പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണേ. കുറേ ക്ലിയർ ഡിസിഷൻസ് എടുക്കണു, കൺഫ്യൂഷൻ ഒന്നുമില്ല. 9 ഓഫ് വാൻഡ്സ് വന്നിരിക്കണു. മനസ്സിലൊരു പേടി, എവിടെയോ ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആയി ഫീൽ ചെയ്യണില്ല, ഡിറ്റാച്ച്ഡ് ആണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് 6 months എസ്പെഷ്യലി ഞാൻ കാണുന്നത് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ചിലവർക്ക് ഇത് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഈ ഇഷ്യൂസൊക്കെ. പിന്നെ മറ്റവർക്ക് ഇത് കരിയറിലാവാം. പിന്നെ ഇത് ഇവിടെ ഞാനൊരു മുമ്പോട്ടേക്ക് പോണ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം എവിടെയോ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് ലൈക്ക് ലൈഫിൽ, പക്ഷെ എന്തോ ഒരു പേടി, ലൈക്ക് മുമ്പോട്ട് പോവാനുള്ള പേടി. ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് കരിയറിൽ ഇവിടെ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചാൻസും കിട്ടുന്നുണ്ടാവും. പക്ഷെ അതിലും ഒരു പേടിയാണ്. ലൈക്ക് ഇത് ഞാൻ ചെയ്ത ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടായ എനിക്ക് അത് നല്ലതായിരിക്കോ. അപ്പൊ നൈറ്റ് ഓഫ് പെൻട്രിക്കിൾസ് ആണ് പാസ്റ്റിൽ കാണുന്നത്. നൈറ്റ് ഓഫ് പെൻട്രിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരു സ്ലോ ആയിട്ടായിരുന്നു മുമ്പോട്ട് പോണ്ടായിരുന്നേ. ഇവിടെ ഞാനൊരു ലവ് റിലേഷൻഷിപ്പും കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കം. അപ്പൊ ഇവിടെ ഞാൻ കാണുന്നത് 2 ആൾക്കാരെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ടായിരുന്നു. ഒരു പേഴ്സൺ കുറെ ഒരു ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. മറ്റേ പേഴ്സൺ കുറെ ഇങ്ങനെ സമയം എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, പക്ഷെ ആ പേഴ്സൺ കുറേ സമയം എടുത്തുകൊണ്ട് അപ്പോഴേക്കും വേറൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നു. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി, അത് എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ, എനിക്ക് മുമ്പോട്ട് പോകണോ വേണ്ടേ, ഒരു പുതിയ പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നിരിക്കണു, അതെനിക്ക് വേണ്ടിയിട്ട് ശരിയാവോ. അപ്പോൾ കുറേ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബട്ട് ജൂൺ ആവുമ്പോഴേക്കും ഞാൻ നിങ്ങളെ കുറേ ഒരു കോൺഫിഡൻറ്റ് എനർജിയിലാണ് കാണുന്നത്. എംപ്രസ് എനർജീൻ്റെ ഇവിടെ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് അത്. പിന്നെ മൂൺ എനർജി, ഇമോഷണലി ഈ മാസം ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ സ്റ്റാറും മൂന്നും ഒരുമിച്ചാണ് വന്നിരിക്കണേ. അപ്പോൾ ഇമോഷൻസ് ഉണ്ട്, കുറേ സീക്രട്ടീവ് എനർജിയും ഉണ്ട്. ബട്ട് നിങ്ങൾ ഹീൽ ചെയ്യണു. ഇമോഷണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും ഇമോഷണലി നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആയി ഫീൽ ചെയ്യണില്ല വെച്ചാലും നിങ്ങൾ അതിൽ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതെല്ലാം ശരിയാവും എന്ന്. ഫ്യൂച്ചറിൽ ഞാൻ സക്സസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ സക്സസ് എന്താണ്? 3 of Wands. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണ് കിട്ടണത്. ഓക്കെ, എന്തോ ഒരു ബാഗേജ്, ഒരു ബർഡൻ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ആദ്യം ഇവിടെ തുടക്കത്തിൽ ലൈക്ക് പാസ്റ്റിൽ എന്തോ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് നിങ്ങൾ.
ഈ മാസം ആവുമ്പോഴേക്കും ആ കൺഫ്യൂഷൻ ഉണ്ട്, ബട്ട് എവിടെയോ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അതെല്ലാം ശരിയാവുമെന്ന്. ഫൈനലി നിങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ട് ആ ബാഗേജിനെ എൻഡ് ചെയ്യണു. എന്താ വെച്ചാൽ കുറേ ഇതൊരു പ്രഷർ ആവാൻ തുടങ്ങി, അതെനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ബട്ട് ഇവിടെയാണ് നിങ്ങൾ ഫൈനലി ആ ഒരു റിലീഫ് നിങ്ങൾക്ക് കിട്ടണേ. ഓക്കെ, നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനത്തിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടണത് ഫ്യൂച്ചറിലാണ്. അപ്പോൾ ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. ബാലൻസ് ഇല്ല. ഇമോഷണലി നിങ്ങൾ കുറേ ഈ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണു, കുറേ ഓവർ ഇമോഷണൽ ആവണു, ക്ലാരിറ്റി ഇല്ല, ഹീലിംഗ് ഇല്ല. അപ്പോൾ ഇവിടെ സൺ ആക്ച്വലി കുറേ ഒരു പോസിറ്റീവ് കാർഡാണ് യൂഷ്വലി, ബട്ട് നിങ്ങൾക്കത് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ ക്ലാരിറ്റി ഇല്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ അല്ലാത്ത മാതിരി, കുറേ ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ അതാണ് കാണുന്നത്, ഒരു ബാലൻസ് ഇല്ലാത്ത മാതിരി. എസ്പെഷ്യലി റിലേഷൻഷിപ്സിൽ, നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ അവിടെയാണ് കൂടുതൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത്, അതിലാണ് കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത്. നിങ്ങളുടെ അഡ്വൈസ് 6 of Cups ആണ്. അപ്പോൾ 6 of Cups ഇവിടെ ഒരു പാസ്റ്റ് എനർജിയുടെ കൂടെ റീകണക്ട് ചെയ്യാനുള്ള അഡ്വൈസ് ആയിട്ടാണ് വന്നിരിക്കണേ. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പാസ്റ്റിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറയണു. ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആവാം, അതല്ലച്ചാ ഇതൊരു ഫ്രണ്ട് ആവാം. ഓക്കെ, നിങ്ങൾ ഏതൊരു പാസ്റ്റിൻ്റെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. അങ്ങനത്തെ എന്തോ ഒരു എനർജി ഇവിടെ കാണാണ്ട്. ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കുറേ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ് പറയണത്, ക്ലാരിറ്റിയുടെ കൂടെ മുമ്പോട്ട് പോകാനാണ് പറയണത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പാസ്റ്റിൻ്റെ ഒരു പേഴ്സൺ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. സ്ട്രെങ്ത് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ സ്ട്രെങ്ത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സർപ്രൈസ് ഫാക്ടറിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേടി, മുമ്പോട്ട് പോകാനുള്ള പേടി. ഞാൻ ഇവിടെ പറഞ്ഞ മാതിരി ഓക്കെ, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ഇവിടെ ഒരു കമ്മിറ്റഡ് എനർജി കാണാണ്ട്. മേ ബി നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇവിടെ ഒരു മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, ബട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള പേടി. എന്താ വെച്ചാൽ ഫാമിലി എന്താ പറയുക, ഇത് ശരിയാവോ പറഞ്ഞാൽ കുറേ ഒരു സംശയം മാതിരി ഒരു എനർജി. ബട്ട് ഇതൊരു നല്ല പാഷൻ്റെ എനർജിയാണ്, ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയണേ. കിങ് ഓഫ് വാൻസ്, ഞാനൊരു ഫയർ സൈനെയാണ് ഇവിടെ കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് മാരേജിൻ്റെ കാർഡ് കാണാണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ, ഇത് ഡെസ്റ്റിൻഡ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളെ ഒരു ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ സംശയം കാരണം, നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ്റെ കാരണം നിങ്ങൾക്ക് ശരിയായി തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി ആണെന്നാണ് യൂണിവേഴ്സ് പറയണത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ അനലൈസ് ചെയ്യാണ്ട് മുമ്പോട്ട് പോവുക, ബട്ട് ക്ലാരിറ്റി വെച്ച് പോവുക. എന്താ വെച്ചാൽ ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മൾ ഇമ്പൾസീവായി ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആക്ച്വലി അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, ബട്ട് നിങ്ങളിങ്ങനെ ഒരു പേടിയുടെ കാരണം കൺഫ്യൂഷൻ ക്രിയേറ്റ് ആണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി കൺഫ്യൂഷൻ ഇല്ലതൊന്നുമില്ല. പറഞ്ഞാൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല. ഈ കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലത്തെ കൺഫ്യൂഷനാണ്, അതും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കൺഫ്യൂഷനാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ പേടിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ബ്ലോക്കായി ഞാൻ കാണുന്നത്. അതല്ലാണ്ട് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഒന്നും കാണാനില്ല. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ് വരണോണ്ടായിരിക്കും നിങ്ങൾക്കൊരു പേടി, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇത് ശരിയാവോ, കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഡൗട്ട്സ് മാറ്റാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ ഫിയർ ആണ്, ആക്ച്വലി പ്രശ്നമൊന്നുമില്ല. ബട്ട് നിങ്ങളുടെ ഫിയറിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവണോ. ഓക്കെ, അപ്പോൾ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, യെസ്ന്ന് എഴുതുക കമൻസിൽ. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.